ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് വെറൈറ്റി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉള്ള ഒരു പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ നല്ലൊരു മുല്ലപ്പൂ മാല കെട്ടാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇതുപോലെ 2 മാല ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ വളരെ ഭംഗിയായിട്ട് നമുക്ക് തലയിൽ എളുപ്പത്തിൽ വലിയ പൈസ മുടക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുല്ലപ്പൂവാണിത്. അതോടൊപ്പം തന്നെ 2 തരത്തിൽ ഞാൻ ഇതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്, കോർക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചുള്ള ഒരു പൂമാലയാണ്. നമ്മൾ ക്രേപ്പ് പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല, ടിഷ്യൂ പേപ്പർ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇന്നിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് വൈറ്റ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് കളറാണെങ്കിലും കനകാമ്പര കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ള കളറുള്ള പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പൂമാലകൾ ഇങ്ങനെ മുല്ലപ്പൂമാലയൊന്നും ഇപ്പോൾ നമുക്ക് ഏത് സമയത്ത് നമുക്ക് ആവശ്യം വന്നാലും ചില സമയത്തൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്രേപ്പ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു 4 സെന്റിമീറ്റർ വീതിയിലും 4 സെന്റിമീറ്റർ നീളത്തിലും ഒരു ചതുര പേപ്പർ മുറിച്ചെടുക്കുക. 4 സെന്റിമീറ്റർ നീളം, 4 സെന്റിമീറ്റർ വീതി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ 4 സെന്റിമീറ്റർ വീതിയിൽ പേപ്പർ മുഴുവൻ നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ നമുക്ക് ആവശ്യമുള്ളൂ. മാലകളുടെ നീളത്തിനനുസരിച്ച് നമുക്ക് അധികം പേപ്പർ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാദ്യം നമുക്ക് ഈ ഒരു കഷ്ണം മുറിച്ചെടുക്കാം. നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 4 സെന്റിമീറ്റർ വീതിയാണ്. ഒരു മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. അങ്ങനെ ഈ പേപ്പർ മുഴുവൻ അതേ അളവിൽ മടക്കിയിട്ട് നമുക്ക് ഓരോ ചതുര കഷ്ണമാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പേപ്പറിനെ ഒന്ന് നടുവേ ഒന്ന് ചെറുതായിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പൊ ചുരുട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്രേപ്പ് പേപ്പറിന് നീളത്തിൽ വരകളുണ്ടാവും. ആ വരയാണ് നമ്മൾ നീളഭാഗമായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കത് ചുരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ക്രേപ്പ് പേപ്പറിന്റെ ആ വര അനുസരിച്ച് വേണം നമ്മളിത് ചെയ്യാൻ. ഇതുണ്ടല്ലേ, വരയുണ്ട്, ആ വരയനുസരിച്ച് നീളത്തിലെടുക്കുക. അപ്പോൾ ഇതിന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചുളുക്കിയെടുക്കുക. അപ്പോൾ ഒരു കൃത്യം നടുഭാഗം നോക്കിയിട്ട് പിടിച്ചതിന് ശേഷം ഒന്ന് പിരിച്ചു കൊടുക്കുക. 1-2 പ്രാവശ്യം ഒന്ന് പിരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പൂവിൻ്റെ എതളിൻ്റെ ഷേപ്പായിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അത്രയും പണിയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പേപ്പറുകളൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. ആ പേപ്പർ മുഴുവൻ ഇത് നമ്മൾ ഇതുപോലെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത്, മാലയ്ക്ക് എത്ര നീളമാണോ അത്രയും പേപ്പർ നമ്മൾ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. പെട്ടെന്ന് സിമ്പിൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ചെയ്യേണ്ടത് നമ്മളിത് കോർത്തെടുക്കുക. അതിന് വേണ്ടി ഞാനിവിടെ വെള്ള നൂലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മാല കോർക്കൽ വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ മുല്ലപ്പൂ മാല, തുളസി മാലയൊക്കെ കെട്ടുന്ന പോലെ തന്നെ നമുക്കിത് കെട്ടിയെടുക്കാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇതളെടുക്കുക. ഇതളെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പൂവിനൊക്കെ കെട്ടിയിടുന്ന പോലെ ഒരു കെട്ടിടുക. വീണ്ടും നല്ലോണം മുറുകിയിരിക്കും. പേപ്പർ ആയതുകൊണ്ട് നമ്മൾ പൂവ് ഇരിക്കുന്നത് അത്രയും ഒരു ഇതായിട്ട് ഇരിക്കുകയല്ല. അപ്പം നമ്മൾ ലൂസായി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കണം. വിരലിലിങ്ങനെ 3 വിരലിലിങ്ങനെ ചുറ്റിച്ചതിന് ശേഷം അതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കാം. അപ്പോൾ 2 കെട്ടാകുമ്പോൾ നല്ല മുറുകിയിരുന്നുള്ളൂ.
ഇനി അടുത്തത് അതുപോലെ എടുത്ത് ഇവിടെ വെച്ചതിന് ശേഷം ചേർത്ത് വെക്കണം. അല്ല ഒരുപാട് ഇനി വിട്ട മാലകളെ വേണ്ടെങ്കിൽ കുറച്ച് അകത്തി വെക്കാം. ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ ഞാൻ അടുപ്പിച്ചാണ് വെക്കുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ കെട്ടുക. വീണ്ടും ഒരു കെട്ടും കൂടെ ഇട്ടാൽ മാത്രമേ നല്ലോണം മുറുകിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ നൂല് ലൂസായിട്ട് വരും. ഇതുപോലെ തന്നെ അടുത്തത് വെച്ചതിന് ശേഷം ഇതുപോലെ കെട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ ചുറ്റു പേപ്പർ എത്രയാണോ അത്രയും മുഴുവൻ നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ കോർത്തെടുക്കാം. നമ്മൾ മാല ഏകദേശം കുറച്ച് നീളത്തിൽ ഞാനിവിടെ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നീളത്തിൽ നമുക്കിത് കോർത്തെടുക്കാം. ഞാനിത് കുറച്ചേ കോർത്തിട്ടുള്ളൂ. ഇത്രയും ഭംഗിയിൽ നമുക്ക് തലമുടിയുടെ നീളത്തിലൊക്കെ ചൂടാൻ പറ്റുന്ന ഭാഗത്തിന് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇപ്പം ഈ ഓണക്കാലത്ത് മലയാളി മങ്കന്മാരെ ഒരുക്കുന്നതൊക്കെ തിരക്കായിരിക്കും എല്ലാവരും. അപ്പോൾ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ കെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു രീതിയിലും കൂടെ മാല കോർക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ വേറെ ഒരു രീതിയിൽ കോർത്ത് വെച്ചതാണിത്. പെട്ടെന്ന് കെട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുവരെ സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം ഇതിൽ കുറച്ച് ഞാനിവിടെ കോർത്ത് വെച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഈ പൂവിൻ്റെ ഇതളിൻ്റെ ഉള്ളിലോട്ട് സൂചി കയറ്റി വെറുതെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. അതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ എന്നാന്ന് വെച്ചാൽ അതൊരു എല്ലാം കൂടി ചിലപ്പോൾ നൂലും എല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വലിച്ചിട്ടാൽ ഒരു ഭാഗത്തേക്ക് ടൈറ്റായിട്ട് നല്ല കട്ടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് അങ്ങ് അമങ്ങി പോകുന്നൊന്നുമില്ല പേപ്പർ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇത് കോർത്ത് എടുക്കുക. സൂചിയുടെ മുകളിലോട്ട് ഒരു ജസ്റ്റ് ഒന്ന് നടുക്കൂടെ കുത്തി പോയാൽ മതി. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തന്നെ ഒന്ന് ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.